സമഗ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നത് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് എന്ന് സുപ്രീം കോടതി. കേരളത്തിലെ ഹർജികൾ നാളെ പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്ന്. ബാലു, ഈ വ്യത്യസ്ത വിഷയങ്ങൾ എന്തടക്കം കോടതി സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ്? രതീഷ, ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന SIR നടപടികൾക്കെതിരെ MDMK നേതാവ് വൈക്കോ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. ഈ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഈ ഹർജി തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റു സംസ്ഥാനങ്ങളുടെ വിഷയങ്ങൾ ഡിസംബർ ആദ്യവാരം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് വൈക്കോയുടെ അഭിഭാഷകൻ നാളെ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട്, അതിനോടൊപ്പം തങ്ങളുടെ ഹർജിയും പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഈ ഓരോ സംസ്ഥാനങ്ങളിലും SIRമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഉള്ളത്. ചില വിഷയങ്ങൾക്ക് സമാനതകളുണ്ട്, പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഹർജികളിലും അതത് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഉള്ളത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് പല വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരുമിച്ച് കേൾക്കുക എന്നത് പ്രായോഗികമല്ല എന്ന തരത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായത്. നാളെ കേരളത്തിൽ നിന്നുള്ള ഹർജികൾ മാത്രം, അതായത് സംസ്ഥാന സർക്കാരിന്റെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇവർ നൽകിയിരിക്കുന്ന ഹർജികൾ മാത്രമേ നാളെ കേൾക്കുകയുള്ളൂ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ആവശ്യവും നാളെ കോടതി പരിഗണിക്കുന്നതായിരിക്കും. ഏതായാലും കേരളത്തിൽ നിന്നുള്ള ആവശ്യങ്ങൾ മാത്രമേ നാളെ SIRമായി ബന്ധപ്പെട്ട് കോടതി പരിഗണിക്കുകയുള്ളൂ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ ആവശ്യം അടിയന്തരമായി പരിഗണിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മിക്ക കക്ഷികളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് ഇഷ്യൂ. അത് എല്ലാം ഒരുമിച്ച് കേൾക്കാൻ വേണ്ടി കഴിയില്ല. നാളെ കേരളത്തിൽ നിന്നുള്ള ഹർജികൾ മാത്രമേ സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ.